ചങ്ങായിമാരെ പുതിയൊരു ഗ്രൈൻഡർ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇനി കറണ്ട് പോയി അരച്ചാണ്ട് പണി നിൽക്കാൻ പാടില്ല. അതുകൊണ്ടൊരു DC ഗ്രൈൻഡറാണ് മേടിച്ചു. ബെല്ലിൻ്റെ DC ഗ്രൈൻഡറാണ്. കറണ്ട് പോയാൽ ഇനി പണി നിൽക്കാൻ പാടില്ല. അപ്പോൾ കൺട്രോളിൽ എന്തൊക്കെ സാധനങ്ങളുള്ളതെന്നോ നോക്കണം. വെട്ടിങ്ങനെ ദമ്മ് വെട്ടിയാട്ടോ. ഏകദേശം പിന്നെ 6200 നമുക്ക് വില വന്നിട്ടുണ്ട്. നമ്മൾ മേടിച്ചിട്ടുള്ള നിലമ്പൂർ ടൂൾസ് എന്നുള്ള ഷോപ്പിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഏരിയയിലൊക്കെ നമുക്ക് ഇവിടെ വില കുറഞ്ഞ ടൂൾസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണത്. ഗ്രൈൻഡറിൻ്റെ കൂടെ ഒരു ബാറ്ററി ഉണ്ട്. പിന്നെ ബാറ്ററി 20 വാട്ട്സാണ് ബാറ്ററി വന്നിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ വന്നിട്ടുള്ളൊരു ചാർജർ, പിന്നെ ഒരു ഹാൻഡിൽ ചാർജർ, അത്യാവശ്യം വലിയൊരു ചാർജറാണ് ഇപ്പോൾ ഇതിൽ കണ്ടിട്ടുള്ളത്. പിന്നെ അതിലൊരു ബ്ലേഡും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രൈൻഡിങ് വീല് പോലത്തെ ഒരു ബ്ലേഡും ഉണ്ട്. അപ്പോൾ 6500 ഏകദേശം ഒരു ഇത്ര പിന്നെ എന്താ പറയുക 1 ഇയർ ബാറ്ററിക്ക് ഗ്യാരണ്ടി ഉള്ളൊരു സാധനമാണ്. വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ വിചാരിക്കുന്നു. പിന്നെ ഏകദേശം അത്യാവശ്യം പവറും ഉണ്ട്. നമ്മൾ പിന്നെ ഓണാക്കി നോക്കിയപ്പോൾ അത്യാവശ്യം പവറും ഉണ്ട്. അതിന് അത്യാവശ്യം പവറുണ്ട് കേട്ടോ. അപ്പം ഇനി ഉപയോഗിച്ചിട്ട് വിവരം പറയാം. ഐബെല്ലിൻ്റെ തന്നെയാണ് നമ്മൾ ലേസർ പിന്നെ ഉപയോഗിക്കുന്ന ലേസറും ഐബെല്ലിൻ്റെ തന്നെയാണ്. അപ്പോൾ അത്യാവശ്യം വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഐബെല്ല് എന്നുള്ള കമ്പനീനെ കൊണ്ട് നമുക്ക് വന്നിട്ടില്ല. ഇപ്പോൾ 2 ഗ്രൈൻഡർ നിലവിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു കട്ടർ വർക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ ഇപ്പോൾ ഒരു ലേസർ ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മളിപ്പോൾ ഒരു വാങ്ങിയിട്ടുള്ള DC ഗ്രൈൻഡറും. ഏകദേശം വലിയ പ്രശ്നങ്ങളൊന്നും ഇതുവരെ വരാത്തത് കൊണ്ടാണ് ഐബെല്ലിൽ നിന്ന് മാറാതെ പോകുന്നത്. അപ്പോൾ ഉപയോഗിച്ച് നോക്കട്ടെ, കാര്യങ്ങൾ പിന്നീട് നമുക്ക് അറിയിക്കാം.